അൽഹംദുലില്ലാഹ്, ഞാൻ പറഞ്ഞു വന്നത് ഖുർആൻ പാരായണം ചെയ്യ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനോത്. എന്റെ പ്രിയപ്പെട്ടവരെ, സമാധാനമില്ലല്ലോ. ഈ വഅദ് കേൾക്കാൻ വന്നവരോട് ചോദിക്കട്ടെ, സമാധാനമുണ്ടോ? സന്തോഷമുണ്ടോ? നിന്റെ വീട്ടിൽ ബർക്കത്തുണ്ടോ? കച്ചവടത്തിൽ അഭിവൃദ്ധിയുണ്ടോ? എല്ലാം പോയടോ സഹോദര. സമാധാനമില്ല, സന്തോഷമില്ല, ബർക്കത്തില്ല, റഹ്മത്തില്ല. വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിലടിയാണ്, കിടന്നിട്ടുറക്കം വരുന്നില്ല. കാരണം എന്തെന്നറിയുമോ? ഖുർആനിന്റെ കണ്ണുനീരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പെങ്ങളെ, ഒരു വീടിനകത്ത് ഖുർആനുണ്ട്, വീട്ടുകാര് ഖുർആൻ ഓതാതെ വന്നാ ഖുർആൻ കരയും പെണ്ണേ, ആ കണ്ണുനീര് നിനക്ക് നാശമാ. അതുകൊണ്ട് ഞാൻ പറയുന്നു, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യ്. എത്ര പ്രതിഫലമാണെന്നറിയുമോ? എന്നോട് സംഘാടകർ പറഞ്ഞു, ഉസ്താദെ അധികവും പാവപ്പെട്ടവരാ. മോനെ, സ്വർഗത്തിനും ആള് കുറവാടാ. സ്വർഗത്തിൽ ആദ്യം കിടക്കുന്നത് പാവപ്പെട്ടവരാ. പാവപ്പെട്ടവരാണ് സ്വർഗത്തിൽ ആദ്യം കിടക്കുന്നത്. അതുകൊണ്ട് സഹോദരാ, പെൺകുട്ടികളോട് പറയണം വാഖിയ ഓതാൻ. സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യൽ ഫർളാക്കണം. എന്തിനെന്നറിയുമോ? നബി തങ്ങൾ പറഞ്ഞു, ഇദാ വഖഅത്തിൽ വാഖിയ ലൈസ ലിവഖഅതിഹാ കാദിബ. ഈ സൂറത്ത് ആരുടെയെങ്കിലും വീടിനകത്ത് പാരായണം ചെയ്താ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. വീട്ടിൽ ഈ സൂറത്ത് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഓതിയാൽ ഒരിക്കലും നിന്റെ വീട്ടിൽ ദാരിദ്ര്യം വരില്ല, ഒരിക്കലും ദാരിദ്ര്യം വരില്ല. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഈ സൂറത്ത് നിന്റെ വീട്ടിൽ പാരായണം ചെയ്യണേ. 6 അടി മണ്ണ് പ്രകാശിക്കും ചെറുപ്പക്കാരാ. 6 അടി മണ്ണിനകത്ത് നിനക്ക് പ്രയോജനമുള്ളതാണ്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഈ സൂറത്ത് ഓതുന്ന വീട്ടിൽ അല്ലാഹുവിന്റെ മലക്കുകൾ വരും, അല്ലാഹുവിന്റെ മലക്കുകൾ വരും. അത്രയും പുണ്യമാണ് ആ സൂറത്ത് ഓതുന്നത്. യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യ്, നിന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യടോ. നിസ്കരിക്ക്, ഖുർആൻ ഓത്, ദിക്റുകൾ പറ, സ്വലാത്തുകൾ പറ, സദഖകൾ കൊടുക്ക്. എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എല്ലാ നന്മകളും ചെയ്യടോ. എന്നിട്ട് റബ്ബിലേക്ക് മടങ്ങടോ.